പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ആരാണ് നല്ല ശമരിയക്കാരൻ എന്നൊരു ചോദ്യമാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കും നമ്മളാണ് ഏറ്റവും നന്മ ചെയ്യുന്നവർ, സഹായം ചെയ്യുന്നവർ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ ഓരോ സന്ദർഭത്തിൽ നമ്മളുടെ ഒരു ഇടപെടലാണ് അത് തീരുമാനിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് PSC നിയമനം കിട്ടി എറണാകുളം സിവിൽ സ്റ്റേഷനിലെ ജോലിക്ക് ചേർന്നപ്പോൾ അതേ ലിസ്റ്റിലുള്ള ഒരു സുഹൃത്തുമുണ്ടായിരുന്നു, സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഈ സുരേന്ദ്രനും ഇന്നിപ്പോൾ നമ്മളോടൊപ്പമില്ല. ഒരു ദിവസം വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതിനായി അതിൻ്റെ അപേക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി, അന്വേഷിക്കുന്നതിനായി ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി ഓഫീസിൽ വന്നു. ക്ഷുഭിതനായിട്ടാണ് വന്നത്, കാര്യം സമയത്ത് നടക്കാത്തത് കൊണ്ട്. ഫയലുകളൊക്കെ പരിശോധിച്ചപ്പോൾ കോളേജിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എഴുതിയിരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഓഫീസിൽ നിന്നും ലഭ്യമാക്കി ആ യുവാവിൻ്റെ, വിദ്യാർത്ഥിയുടെ അപേക്ഷ അനുവദിച്ച് കൊടുത്തു. എൻ്റെ സെക്ഷനിലല്ലായിരുന്നു ഫയലെങ്കിലും ഞാനാണത് എടുത്ത് കൈകാര്യം ചെയ്ത് ഉത്തരവാക്കിയത്. അപ്പോൾ കൂടുതൽ ജീവനക്കാരുള്ള ഓഫീസാണ്. കുറച്ച് പേര് വന്ന് ഒരഭിപ്രായം പറഞ്ഞു. നമ്മളേടേതല്ലാത്ത കുറ്റത്തിന് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ച ആ വിദ്യാർത്ഥിക്ക് അങ്ങനെ ഇപ്പോൾ ആ ഉത്തരവ് കയ്യിൽ കൊടുത്തയക്കേണ്ട, തപാലിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. തപാലിൽ അയച്ചാൽ തൊട്ടടുത്ത ദിവസം വാർഷിക പരീക്ഷ എഴുതാനുള്ള അദ്ദേഹത്തിന് ആ ഫീസ് മുഴുവൻ അടച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉത്തരവ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഒരു നിമിഷം മറ്റ് സഹപ്രവർത്തകരുടെ ഒരു നിർദ്ദേശത്തിൽ ഒന്ന് വഴങ്ങി നിന്ന എന്നെ, ഞാൻ ആദ്യം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, നമ്മൾ അത് ഉത്തരവ് പാസ്സാക്കി സാധാരണഗതിയിൽ തപാലിൽ അയച്ചാൽ നമ്മൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ആ ഉത്തരവ് ആ യുവാവിൻ്റെ കയ്യിൽ, വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണെങ്കിൽ അതാണ് ശരിക്കും ഒരു സഹായകമായി തീരുകയുള്ളൂ. അവിടെയാണ് ഒരു നല്ല ശമരിയക്കാരൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ആ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ബോധോദയമുണ്ടായി. ആ ഉത്തരവ് ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്തയച്ചു. പിന്നീട് അടുത്ത ദിവസം ഫീസൊന്നും അടയ്ക്കാതെ പരീക്ഷ എഴുതി കാണും എന്നുള്ളതാണ് നാം കരുതുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ചിലപ്പോൾ വലിയ സഹായങ്ങൾ വലിയ പ്രവൃത്തിയിലൂടെയല്ല ചെയ്യുന്നത്. സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ സഹായങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് ഈ അനുഭവത്തിലൂടെ കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും എൻ്റെ സുഹൃത്ത് പഠിപ്പിച്ചു തന്ന പാഠം സർവീസിലും അല്ലാതെയുമുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിക്കുന്നു. നമസ്കാരം. ഇനിയൊരു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.